നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. നവംബർ മാസം 16-ാം തീയതി മുതൽ നവംബർ മാസം 22 വരെയുള്ള ഒരാഴ്ച 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന 12 കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നോക്കാം. 16-ാം തീയതി ഉച്ചയ്ക്ക് ശേഷമാണ് സൂര്യൻ തുലാം രാശിയിൽ നിന്നും വൃശ്ചികം രാശിയിലേക്ക് സംക്രമിക്കുന്നത്. മേടക്കൂർ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ആഴ്ചയുടെ തുടക്കത്തിലെ 5 ദിവസങ്ങൾ വളരെ പ്രയോജനകരമായ രീതിയിലാണ് മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലുള്ളത്. പ്രയോജനകരം എന്ന് പറയുമ്പോൾ പ്രധാനമായും അവരുടെ പ്രവർത്തനങ്ങളിലെ തടസ്സവും മുൻപ് ഏതെങ്കിലും വിധത്തിലുള്ള വിഷമമോ അല്ലെങ്കിൽ മറ്റു പ്രതിസന്ധികളോ മൂലം തുടങ്ങാൻ സാധിക്കാതിരുന്ന കർമ്മം തുടങ്ങാൻ ഉള്ള അവസ്ഥ ഉണ്ടാവുകയും അതിന് സാമ്പത്തിക ബലം കിട്ടുകയും കഴിഞ്ഞ കുറേ കാലമായി കടബാധ്യത കൊണ്ടോ മറ്റേതെങ്കിലും ബാധ്യതകൾ കൊണ്ടോ ബുദ്ധിമുട്ടിയിരുന്നവർക്ക് അതിൽ നിന്ന് ആശ്വാസം ലഭിക്കാൻ തക്കവണ്ണമുള്ള ധനം ലഭിക്കുകയും കഴിഞ്ഞ കുറേ കാലമായി സർക്കാരിൽ നിന്നോ അല്ലെങ്കിൽ മറ്റധികാരികളിൽ നിന്നോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട പ്രവർത്തിച്ചിരുന്ന സ്ഥാപനങ്ങളിൽ നിന്നോ ഇവർക്ക് കിട്ടേണ്ടിയിരുന്ന ശമ്പളമോ മറ്റ് പണമോ കിട്ടാൻ വകുപ്പും കാണുന്നുണ്ട് ഈ ആഴ്ചയിലെ ആദ്യത്തെ 5ഓളം ദിവസങ്ങളിൽ. അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിലെ മുടക്കം മാറുന്നു. ശാരീരികമായി ഉണ്ടായിരുന്ന ആലസ്യം അവസ്ഥ ഇതെല്ലാം തന്നെ മാറുന്നു. കുറച്ചുകൂടി ഉന്മേഷത്തോടു കൂടി തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ കാര്യക്ഷമത കാണിക്കണം എന്നുള്ള ഉറച്ച വാശിയോടുകൂടി ബുദ്ധിപരവും ശാരീരികവും അതുപോലെ തന്നെ മാനസികവുമായി ഒരുമയോടുകൂടി പ്രവർത്തിക്കാൻ സന്നദ്ധരാകുന്ന ദിവസങ്ങളാണ് തുടക്കത്തിലെ 5 ദിവസങ്ങൾ ആഴ്ചയിൽ. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റം, കടബാധ്യതയിൽ നിന്ന് മോചനം, മുടങ്ങിക്കിടന്നിരുന്ന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൽ, ദമ്പതികൾ തമ്മിൽ ഏതെങ്കിലും വിധത്തിൽ പിണക്കമോ അകൽച്ചയോ ഉണ്ടായിരുന്നെങ്കിൽ അതിന് ആശ്വാസമോ അതിൽ നിന്ന് മാറ്റമോ ഉണ്ടാകുന്ന അവസ്ഥ, കൂടിച്ചേരലിൻ്റെ അവസ്ഥ, വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകൽ, അതും പ്രയോജനകരമായ രീതിയിൽ പോസിറ്റീവായിട്ടുള്ള തീരുമാനമുണ്ടാകൽ, വിദേശയാത്രയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലോ വിദേശത്ത് പഠനത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് ഒക്കെ തന്നെ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറുന്നതായിട്ട് കാണുന്നു. സാമ്പത്തിക ലാഭം പ്രധാനമായി കാണുന്നു. അത് ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങൾക്ക് ശേഷമാണ് സാമ്പത്തികമായി നല്ല ഗുണം കിട്ടുന്നത്. ആദ്യത്തെ തുടക്ക ദിവസങ്ങൾ കടബാധ്യതയിൽ നിന്ന് ജസ്റ്റ് മോചനം നേടാൻ തക്കവണ്ണമുള്ള സാമ്പത്തികം കിട്ടുകയും തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ കുറച്ച് കൂടുതൽ പണം കിട്ടാനും അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത് കൂടുതൽ വിജയം വരിക്കാനും സാധിക്കും. ആഴ്ചയുടെ അവസാനത്തെ 2-2.5 ദിവസങ്ങൾ ഇവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും തന്നെ കാണുന്നില്ല. എന്നാൽ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് അതീതമായി ചില വൈഷമ്യങ്ങൾ ഇവരെ നേരിടുമെന്ന് കാണുന്നു. അത് ചിലപ്പോൾ വൈകാരികമാകാം, ചിലർക്ക് അത് ശാരീരികവുമാകാം. ശാരീരികമാണെങ്കിൽ അസ്ഥി സംബന്ധമായോ ശ്വാസകോശ സംബന്ധമായോ ഉള്ള പ്രശ്നമാകാം. അതും വൈകാരികമാണെങ്കിൽ ഇവരുമായി ബന്ധപ്പെട്ട, അതായത് മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രത്യേക വ്യക്തികൾക്ക്, പ്രത്യേകിച്ചും ആശ്രിതർക്ക്, രക്തബന്ധത്തിൽപ്പെട്ടവർക്ക് അല്ലെങ്കിൽ അതിനേക്കാൾ അടുത്ത സൗഹാർദ്ദങ്ങൾ ഉള്ളവർക്കൊക്കെ ശാരീരികമോ മാനസികമോ ആയ വിഷമം ഉണ്ടാവുകയും അതിൽ ഈ നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് ആകുലതകൾ ഉണ്ടാവുകയും ചെയ്യും. ചിലപ്പോൾ ഈ നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് തന്നെ ചില അവശതകൾ നേരിടേണ്ടി വരാം. എന്നാൽ സാമ്പത്തികമായി ഈ ദിവസങ്ങളിലും ഇവർക്ക് ബുദ്ധിമുട്ട് കാണുന്നില്ല. ഈ ആഴ്ചയിലെ തുടക്ക ദിവസങ്ങൾ, ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ ഇവരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് 16, 17, 18, 19 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2ാമത്തെ മുക്കാൽ, രോഹിണി മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും ആഴ്ചയുടെ 2ാം പകുതി വളരെ പ്രയോജനകരമായി കാണുന്നു. 2ാം പകുതി എന്ന് മാത്രമല്ല പറയേണ്ടത്, ആദ്യത്തെ 2 ദിവസങ്ങൾക്ക് ശേഷം വളരെ പ്രയോജനകരമായിട്ടാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിൽ കാണുന്നത്. പ്രത്യേകിച്ചും സാമ്പത്തിക കാര്യങ്ങളിലും അതുപോലെ പ്രവർത്തനങ്ങളിലെ വിജയത്തിൻ്റെ കാര്യത്തിലുമാണ് അത് എടുത്തു പറയേണ്ടത്. അതുപോലെ ഏതെങ്കിലും വിധത്തിലുള്ള ശത്രുതാ മനോഭാവത്തിൽ നിന്ന് അല്ലെങ്കിൽ വിമർശനങ്ങളാൽ ഭയന്ന ചില പ്രവൃത്തികളിൽ ഇവർക്ക് ഇടപെടാൻ സാധിക്കാതെ ഇരുന്ന അവസ്ഥ, അതിന് മാറ്റമുണ്ടാകുന്നു. പ്രവർത്തിക്കാൻ കൂടുതൽ സാധിക്കുന്നു. ഒന്നുകിൽ വിമർശനങ്ങൾ നിൽക്കുന്നു, അല്ലെങ്കിൽ വിമർശിച്ചു കൊണ്ടിരുന്നവർ സത്യസ്ഥിതി മനസ്സിലാക്കി ഇവരോട് കൂടുതൽ അടുക്കുന്നു. ഇവരുടെ ഭാഗത്താണ്, അതായത് ഇടവക്കൂറിൽപ്പെട്ട ഈ നക്ഷത്രക്കാരുടെ പ്രവർത്തനങ്ങളുടെ ഭാഗത്താണ് ന്യായമെന്നും അതിലാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ശക്തിയുള്ളതെന്നും അതിൻ്റെ സത്തയുള്ളതെന്നും മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ചു വരുന്നു. അതുകൊണ്ട് തന്നെ വിമർശനങ്ങളും ആക്ഷേപങ്ങളും കുറയുന്നു. ശത്രുതാ മനോഭാവത്തിലുള്ളവർ അത് മാറ്റി മിത്രഭാവത്തിൽ വരുന്നു. ചില പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നു. ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. ഉദരവുമായി ബന്ധപ്പെട്ടോ വസ്തിപ്രദേശവുമായി ബന്ധപ്പെട്ടോ നട്ടെല്ലിൻ്റെ കീഴ്ഭാഗം, വാരിയല്, ഈ ഭാഗവുമായി ബന്ധപ്പെട്ടോ ശസ്ത്രക്രിയയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള അസുഖമോ വ്യാധിയോ പ്രശ്നങ്ങളോ വേദനയോ ഒക്കെ ഉണ്ടായിരുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്നതായിട്ട് കാണുന്നു. ഒന്നുകിൽ ഈ അപകടത്തിൽ പെട്ടിട്ട് അവർക്ക് ഈ ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങൾക്ക് ശേഷം താരതമ്യേന ഗുണമുള്ളതായി കാണുന്നുണ്ട്. കഴിഞ്ഞ
കുറച്ച് ദിവസങ്ങളായിട്ടോ അല്ലെങ്കിൽ ഈ അടുത്ത ദിവസങ്ങളിൽ എപ്പോഴോ ഈ ആഴ്ചയ്ക്ക് മുന്നെയോ എന്തെങ്കിലും അപകടമുണ്ടായതിൽ നിന്ന് താൽക്കാലികമായിട്ടെങ്കിലും അവർക്കൊരാശ്വാസം ലഭിക്കുന്നതായിട്ട് കാണുന്നു ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങൾക്ക് ശേഷം. സാമ്പത്തിക നേട്ടം ഏറ്റവും പ്രധാന വിശേഷങ്ങളിൽ ഒന്നാണ്. മാത്രമല്ല ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ അർത്ഥം ഒന്നുകിൽ വിദേശവുമായി ബന്ധപ്പെട്ട യാത്രയോ അല്ലെങ്കിൽ മുടക്കം കാരണം ചില പ്രധാന പ്രവർത്തനങ്ങൾക്കുണ്ടായിരുന്ന പ്രവർത്തനക്ഷമതയില്ലായ്മ മാറ്റുന്നതിലോ ഒക്കെ സാധിക്കുന്നു. ചില വലിയ വ്യക്തികൾ, പ്രത്യേകിച്ചും സാമ്പത്തികമായി ഇവരെ സഹായിക്കാൻ പ്രാപ്തിയുള്ള വ്യക്തികൾ ഇവരെ സഹായിക്കാൻ മുന്നോട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിദേശവുമായി ബന്ധപ്പെട്ട യാത്രയ്ക്കോ അവിടെ ജോലിക്കോ, അതുമല്ലെങ്കിൽ ഇവിടെ തന്നെ വിദേശവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെ ഭാഗമായി പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ പണം മുടക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആളുകളുടെ സഹായമുണ്ടാകും. ഇതൊന്നുമല്ലെങ്കിലും ഇടവക്കൂറിൽപ്പെട്ടവർക്ക് ഈ ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങൾക്ക് ശേഷം നല്ല സാമ്പത്തിക നേട്ടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ലോട്ടറി ഭാഗ്യം വരെ കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം യാത്രാഗുണമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, അസുഖം വരാൻ സാധ്യതയുള്ളത് വസ്തിപ്രദേശത്തോ അല്ലെങ്കിൽ കീഴ്വയറിൻ്റെ ഭാഗത്തോ പൊക്കിളിൻ്റെയൊക്കെ ആന്തരിക ഭാഗങ്ങളിലോ ആണ് കൂടുതലായി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത. പിന്നെ അതുപോലെ മാതാവിന് ആരോഗ്യ സംബന്ധമായ വിഷയമുണ്ടാകാം, അതും പ്രത്യേകമായി ശ്രദ്ധിച്ചോളണം. വാഹനം സൂക്ഷിച്ചോടിക്കണം എന്നും പറയുന്നു. ഇവരുടെ കുടുംബത്തിൽ നിന്ന് ചിലപ്പോൾ ഒന്ന് അകന്നു നിന്നേക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 17 സായാഹ്ന ശേഷം 18, 19, 20, 21 ദിവസങ്ങൾ താരതമ്യേന 20, 21, 22 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2ാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയും സാമ്പത്തികത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. എന്നാൽ ആഴ്ചയുടെ ആദ്യ പകുതി ഇവരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമല്ല എന്നാണ് കാണുന്നത്. അവസാനത്തെ 3ഓളം ദിവസങ്ങൾ, 2.5-3ഓളം ദിവസങ്ങളാണ് ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ ഗുണം കാണുന്നത്. തുടക്ക ദിവസങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇവർ എടുക്കുന്ന തീരുമാനങ്ങൾ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ ഇവരുടെ വീട്ടിൽ തന്നെയോ ഏതെങ്കിലും വിധത്തിൽ ഇവർക്ക് ഉപദ്രവമായി വരാനുള്ള സാധ്യതയുണ്ട്. അതായത് നിലപാടുകൾ വിപരീതമായി ആയിരിക്കാം അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ ഫലം വരിക. അതുപോലെ തന്നെ മാതാവിനോ അല്ലെങ്കിൽ മാതൃതുല്യരായ കാരണവസ്ഥാനത്തുള്ള വ്യക്തികൾക്കോ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളോ യാത്രാവേളയിൽ അപകടമുണ്ടാകാനുള്ള സാധ്യതയോ കാണുന്നുണ്ട്. ഈ നക്ഷത്രത്തിൽപ്പെട്ടവർക്ക്, അതായത് മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് അവരുടെ ഹൃദയ സംബന്ധമായോ അല്ലെങ്കിൽ തോളല് സംബന്ധമായോ ഒക്കെ എന്തെങ്കിലും അസുഖമുണ്ടാകാനോ അപകട സാധ്യതയ്ക്കും ഉണ്ട്. അതുപോലെ ഉദരവും ശ്രദ്ധിക്കണം. ഉദരത്തിൽ ശസ്ത്രക്രിയയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ചില ശത്രുക്കളുടെ ഇടപെടലുകൾ വീണ്ടും ഇവർക്ക് മാനസിക വിഷമം ഉണ്ടാക്കാം, പ്രത്യേകിച്ചും ആഴ്ചയുടെ ആദ്യ ദിവസങ്ങൾ. എന്നാൽ ആഴ്ചയുടെ 2ാം പകുതി, പ്രത്യേകിച്ച് 2.5-3 ദിവസങ്ങൾ, അവസാനത്തെ 2.5-3 ദിവസങ്ങൾ ഇവർക്ക് വളരെ ഗുണകരമാണ്. ഇതേ അനാരോഗ്യമോ അവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കോ മാതാവിനോ അല്ലെങ്കിൽ ഈ മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കോ അനുഭവപ്പെട്ടിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അറുതി വരുന്നതായിട്ടാണ് കാണുന്നത് ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ. സാമ്പത്തിക നേട്ടവും കാണുന്നു. പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും മാന്ദ്യം തുടക്ക ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത് ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ കൃത്യമായി പരിഹരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. ഒരുപക്ഷെ കൂടുതൽ കാര്യക്ഷമതയോടുകൂടി അവധിയെടുക്കേണ്ടി വരുന്നതോ അല്ലെങ്കിൽ പോകാൻ സാധിക്കാതെ ഇരുന്നതോ ആയ ദിവസങ്ങൾക്ക് കൃത്യം മറുപടി കൊടുക്കുന്ന തരത്തിലുള്ള കാര്യക്ഷമതയോടുകൂടിയുള്ള പ്രവർത്തനക്ഷമതയോടുകൂടിയുള്ള ഇവരുടെ കർമ്മ പദ്ധതി ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ ആവിഷ്കരിക്കപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സാമ്പത്തിക ലാഭം ആഴ്ചയുടെ അവസാന ദിവസം ഉണ്ടാകുന്നു. കാര്യങ്ങളിൽ വിജയമുണ്ടാകുന്നു. ശത്രുപക്ഷത്തു നിന്നിരുന്നവർ, സഹകരിക്കാതിരുന്നവർ തിരിച്ചു വരുന്നതായിട്ടും കാണുന്നുണ്ട്. അതുകൊണ്ട് പൊതുവേ ഇവർക്ക് ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ നല്ലതാണ്. സാമ്പത്തിക നേട്ടം, പ്രവർത്തന വിജയം ഇതെല്ലാം ഉണ്ടാകുന്നു. ആഴ്ചയുടെ ആദ്യ പകുതി വളരെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. മാതാവിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ, ഈ മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ, ഇവരിൽ ചിലരുടെയെങ്കിലും സന്താനങ്ങൾക്കും ശാരീരികമായ അവശതയോ പ്രത്യേകിച്ച് പെൺ സന്താനങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള മാനസിക വൈഷമ്യമോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 20, 21, 22 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ 1/4 ഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ തുടക്കത്തെ 2 ദിവസവും തുടക്കത്തെ 2 ദിവസമാണ് താരതമ്യേന ഗുണം. ബാക്കി ദിവസങ്ങൾ അത്ര ഗുണകരമല്ല.
എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈശ്വരാധീനത്തിൻ്റെ ഒരു അവസ്ഥ നിലനിൽക്കുന്നതുകൊണ്ട് സ്വാഭാവികമായും ഇവർക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും അതിനെ അതിജീവിക്കാൻ സാധിക്കും. മനസ്സിനെ അലട്ടുന്ന ഭയം, അതുപോലെ ചില പ്രത്യേക ആശങ്കകൾ, ഇതിനെയൊക്കെ ഇവർക്ക് അതിജീവിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി ഇവർക്ക് വിജയം ഉറപ്പാക്കുന്ന പ്രവർത്തനങ്ങളിൽ ഇവർക്ക് മനസ്സർപ്പിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് കാണുന്നു. ഏറ്റവും അടുത്ത ബന്ധുക്കളെ ചൊല്ലി എന്തെങ്കിലും വിഷമമോ അതല്ലെങ്കിൽ തൊട്ടയൽപ്പക്കമോ താങ്കൾ ഇടപെടുന്ന മറ്റു വ്യക്തികളോ വഴിയൊക്കെ ഇവർക്ക് മാനസിക വിഷമം ഉണ്ടാകാനുള്ള സാധ്യതയോ കാണുന്നുണ്ട്. ആരുമായി ഇടപെട്ടാലും ഏതെങ്കിലും വിധത്തിൽ ഇവരെ ദേഷിപ്പിക്കുന്ന തരത്തിലോ വിദ്വേഷം ജനിപ്പിക്കുന്ന തരത്തിലോ ഉള്ള സ്വഭാവങ്ങൾ ഉണ്ടാക്കുകയും അതനുസരിച്ച് ഇവർക്ക് തിരിച്ച് പ്രതികരിക്കുകയും ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് എപ്പോഴും വിമർശനത്തിൻ്റെ മുൾമുനയിൽ നിൽക്കാനുള്ള സാധ്യത ഈ കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് കാണുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഓരോ വ്യക്തികളോടും പെരുമാറുക. ആത്മനിയന്ത്രണം പ്രാർത്ഥന കൊണ്ട് തീർച്ചയായും ഇവർ കൈവരിക്കാൻ സാധിക്കണം. ഇല്ലെങ്കിൽ അങ്കലാപ്പിലാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങളിലാണ് ഇവർക്ക് ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് മനോധൈര്യവും അതുപോലെ ഉന്മേഷത്തോടു കൂടി മുന്നോട്ട് പോകുവാനും സാധിക്കും. പിന്നീടുള്ള ദിവസങ്ങൾ, പ്രത്യേകിച്ചും ആഴ്ചയുടെ അവസാനത്തെ 2 ദിവസങ്ങൾ വളരെ ആശങ്കാഭരിതമായ ഒരവസ്ഥ കാണുന്നുണ്ട്. ഭയപ്പാട്, ചിലപ്പോൾ ചിലരോടെങ്കിലും കലഹിക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നു. എന്നാൽ സാമ്പത്തികമായി ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളും ആഴ്ചയുടെ അവസാന ദിവസവും ഇവർക്ക് വളരെ ഗുണകരമാണ്. ഭാഗ്യം പോലെ പണം ഇവരിലേക്ക് വന്നു ചേരും, കാര്യങ്ങൾ സാധിക്കുകയും ചെയ്യും. മനസ്സ് പക്ഷേ സ്വസ്ഥമല്ല എന്നൊരവസ്ഥ പ്രത്യേകമായി ചിന്തിച്ചു കൊള്ളണം. ഇവരെ സംബന്ധിച്ചിടത്തോളം രോഗാതുരമായ അവസ്ഥകൾ ശ്രദ്ധിക്കേണ്ടത് വിഷം ശരീരത്തിൽ പ്രവേശിക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ അലർജി അസുഖങ്ങൾ ശരീരത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത, ഭക്ഷണത്തിൽ നിന്നോ പാനീയ ഭക്ഷണങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള പുറമേ നിന്നുള്ള വായു അല്ലെങ്കിൽ മറ്റു സമ്പർക്കങ്ങൾ വഴിയോ ഒക്കെ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അലർജി അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പിന്നെ എപ്പോഴും ജലജന്യ രോഗങ്ങൾക്ക് അധീനമാവാൻ സാധ്യതയുള്ള ഒരു രാശിയാണ്. അതുകൊണ്ട് ആ കാര്യവും പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 16, 17 സായാഹ്നം വരെ താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ആഴ്ചയുടെ ആദ്യ പകുതിയിലെ 2 ദിവസങ്ങൾക്ക് ശേഷമുള്ള ദിവസവും അവസാനത്തെ 2 ദിവസങ്ങളും അത്ര നല്ലതല്ല. ആദ്യത്തെ 2 ദിവസങ്ങൾ വളരെ ശ്രദ്ധിക്കണം. സ്വന്തം നാക്കു തന്നെ ഇവർക്ക് ശത്രുവായി മാറാനുള്ള സാധ്യതയുണ്ട്. ആദ്യം നെഗറ്റീവ് പറയുന്നതല്ല, ആദ്യം ഇവർക്ക് ദോഷമുണ്ട്. പക്ഷേ ധനപരമായിട്ടൊട്ടും ഈ മോശപ്പെട്ട ദിവസങ്ങളിൽ ഇവർക്ക് ദോഷം കാണുന്നില്ല. ധനം കയ്യിൽ വന്നു ചേരും. എന്നാൽ വരുന്ന ധനത്തിന് കൃത്യമായി തന്നെ ചെലവും ഉണ്ടാകും. ഒരു ചെലവിന് വേണ്ടി കിട്ടുന്നതാണോ എന്ന് പോലും തോന്നുന്ന തരത്തിൽ പണം ഇവരിലേക്ക് വരും. പണത്തിന് കൃത്യമായി ചെലവും ഉണ്ടാകും. പക്ഷേ കടം വാങ്ങേണ്ടി വരികയോ മറ്റവസ്ഥകളോ ഉണ്ടാകില്ല എന്ന് ചിന്തിക്കാം. എന്നാൽ വാക്ക്, അതുപോലെ തന്നെ പ്രവൃത്തി, ഇതൊക്കെ തന്നെയും ഏറ്റവും അടുത്ത വ്യക്തികളെ പോലും വിഷമിപ്പിക്കുന്ന തരത്തിലോ പെരുമാറ്റം, സ്വഭാവം, ഭാവം, ഇതൊക്കെ കൊണ്ട് മറ്റുള്ളവരെ ശത്രുതയിലാക്കുന്ന ഒരവസ്ഥയോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സത്യത്തിൽ ഒരുപക്ഷെ ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ ഇതൊന്നും വിചാരിച്ചുകൊണ്ടാവണമെന്നില്ല ഓരോരുത്തരോടും പെരുമാറുന്നതും പറയുന്നതും. പക്ഷേ ആളുകൾ ഇതിനെ വ്യാഖ്യാനിക്കുന്നതും കാണുന്നതും മറ്റൊരു തരത്തിലാകാനുള്ള സാധ്യതയുണ്ട്. സ്വന്തം നാവ്, സ്വന്തം വ്യക്തിത്വം തന്നെ ചിലപ്പോൾ ഇവരെ ചതിച്ചേക്കാം. അതുകൊണ്ട് വളരെ കരുതലോടുകൂടി തന്നെ ഇവർ ഓരോ വാക്കും ശ്രദ്ധിക്കണം. കരുതൽ, ശ്രദ്ധ എന്നൊക്കെ ഉള്ളതിന് പലർക്കും വിമർശനങ്ങളുണ്ട്. എന്നാൽ ഇത്രയേ ഉള്ളൂ, ശ്രദ്ധ അവനവനെ തന്നെ അങ്ങേയറ്റം പഠിച്ച് ഓരോന്നും ചെയ്യുക. അന്തരീക്ഷം കൃത്യമായി നിരീക്ഷിച്ച് ഓരോന്നും ചെയ്യുക. ഒരു ഉഴപ്പൻ്റെ മട്ടിലോ ഒരു ആബ്സെൻറ്റ് മൈൻഡഡ്നെസ് ജീവിയുടെ മട്ടിലോ പെരുമാറാതെ ഇരിക്കുക. ആർക്കങ്ങനെ പെരുമാറിയാലും ദോഷം തന്നെയാണ്. ചിലർക്ക് അതിൻ്റെ കാഠിന്യമനുസരിച്ച് ഏറ്റക്കുറച്ചിലുണ്ടാകാമെന്നുള്ളതേ ഉള്ളൂ. ഇവിടെ ഇവർക്കിപ്പോൾ ജ്യോതിഷവശാലും അതുപോലെ തന്നെ വ്യക്തിത്വ സംബന്ധമായും ഇതിനൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത് 7-ൽ സഞ്ചരിക്കുന്ന രാഹുവും അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന ശനിയും ഇവർക്ക് ദോഷത്തെ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ചാരവശാൽ മോശപ്പെട്ട ദിവസങ്ങളിൽ അതിൻ്റെ പ്രതിഫലനങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യത ചിന്തിക്കണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വ്യാഴം ഈ ശനിയെ നോക്കുന്നത് കൊണ്ട് അഷ്ടമത്തിൽ ശനിയുടെ ദോഷങ്ങൾക്കൊരു കുറവുണ്ടാകും. ഒരു ഗ്രഹം അതിൻ്റെ ക്ഷേത്രത്തിലേക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ ആ ക്ഷേത്രത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിനും ആ ഭാവത്തിനും ശക്തി കൂടുമെന്നൊരു പ്രമാണമുണ്ട്. അതുവച്ച് ഇപ്പോൾ മീനം രാശിയിൽ സഞ്ചരിക്കുന്ന ശനിയെ ഈ കർക്കിടകത്തിൽ നിൽക്കുന്ന വ്യാഴം നോക്കുന്നുണ്ട്. സ്വാഭാവികമായും ശനിയുടെ ദുഷ്ടവശങ്ങൾക്ക് കുറവുണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ 7-ലെ രാഹുവും ജന്മത്തിലെ കേതുവും ഇവരെ ശാരീരികമായി അനവസരത്തിലുണ്ടാക്കാവുന്ന ചില കലഹങ്ങളോ ഉണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വിപ്രതിപത്തി ഉള്ള സ്വഭാവങ്ങൾ കൊണ്ടോ ഒക്കെ മറ്റുള്ളവരാൽ ശത്രുക്കളായി പ്രഖ്യാപിക്കപ്പെടുകയും അത് മനസ്സിന് വല്ലാത്ത വിഷമമുണ്ടാക്കുകയും ചെയ്യും.
ഈ ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങൾക്ക് ശേഷമുള്ള 3 ദിവസങ്ങൾ ഇവർക്ക് വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. സാമ്പത്തിക ലാഭവും പ്രവർത്തനങ്ങളിൽ വിജയവും ഏതെല്ലാം വിധത്തിലുള്ള വിമർശനങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായാലും അതൊക്കെ തരണം ചെയ്തുകൊണ്ട് മനസ്സിന് ശക്തി കൊടുത്തുകൊണ്ട് ഊർജ്ജസ്വലതയോടുകൂടി മുന്നോട്ട് പോകാൻ ഇവർക്ക് സാധിക്കും. ഈ 3 ദിവസങ്ങൾ കൊണ്ട് തന്നെ ഈ ആഴ്ച ഇവർക്ക് ഫലവത്താവുകയും ചെയ്യും. രോഗസംബന്ധമായി പല്ല്, അതുപോലെ മുഖം, കണ്ണ്, ഈ ഭാഗങ്ങൾ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും കണ്ണിന്, ഹൃദയത്തിന്, ഞരമ്പിന് ഈ ഭാഗത്തൊക്കെ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 17 സായന് ശേഷം 18, 19 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളും അവസാനത്തെ 2.5 ദിവസങ്ങളും വളരെ ഗുണകരമാണ്. സാമ്പത്തിക ലാഭം, അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിലെ വിജയം, ആഗ്രഹിച്ച കാര്യങ്ങൾ നടപ്പാകൽ അല്ലെങ്കിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ നടപ്പാകുന്നതിന് തുല്യമായ തരത്തിലുള്ള ചില അവസ്ഥാവിശേഷങ്ങൾ ഉണ്ടാകൽ, ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന, ഏറ്റവും വിശ്വസ്തയോടുകൂടി കണ്ടിരുന്ന വ്യക്തികൾ, അവരിൽ നിന്ന് ആഹ്ലാദകരമായ അനുഭവങ്ങൾ ഉണ്ടാവുക, ചില യാത്രകൾ നടത്തുക, ദീർഘദൂര യാത്രകൾ നടത്തുക, ലക്ഷ്യത്തിലേക്ക് ഗുണം നൽകുന്ന യാത്രകളാവാം അത് ഫലവത്താകുന്നതായി കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചില പുതിയ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ജീവിതത്തിൽ ഭാവിയിൽ ഗുണം നൽകുന്ന ചില പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ സാധിക്കുന്നതായി കാണുന്നു. അതിന് സ്വന്തം നാട്ടിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ കാരണവസ്ഥാനത്തുള്ള ആൾക്കാരിൽ നിന്നോ അതുമല്ലെങ്കിൽ വിദേശത്തു നിന്നോ ഒക്കെ ഇവർക്ക് ധനസഹായം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ ഇവർക്ക് വരുന്ന ഓർക്കാപ്പുറത്ത് കിട്ടുന്ന ചില അനുഭവങ്ങളാണ്. അതിവരുടെ ഇതുവരെയുള്ള വിഷമഘട്ടങ്ങളെ തരണം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന വിധത്തിൽ മനസ്സിന് ശക്തി നൽകുന്നു. മനസ്സിൻ്റെ ഊർജ്ജസ്വലത കൊണ്ട് ആലസ്യത്തിലാണ്ടിരുന്ന ശരീരത്തെ ഇവർക്ക് കൂടുതൽ ഉന്മേഷത്തിലാക്കാൻ സാധിക്കുന്നതായി കാണുന്നുണ്ട്. സാമ്പത്തിക ലാഭം, പ്രവർത്തനങ്ങളിൽ വിജയം, സഹോദര സ്ഥാനത്തോ സുഹൃത്ത് സ്ഥാനത്തോ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളുടെ ഭാഗത്തു നിന്നൊക്കെ ധനസഹായമോ മറ്റു സഹകരണ സഹായങ്ങളോ ഉണ്ടാവുക, യാത്ര കൊണ്ട് ഗുണമുണ്ടാവുക, പുതിയ സംരംഭങ്ങൾ തുടങ്ങി പലവിധ കാരണങ്ങളും ഇവർക്ക് ഈ ഒരാഴ്ചയിൽ കാണുന്നുണ്ട്. ദോഷം ഇവരെ സംബന്ധിച്ചിടത്തോളം വരാൻ സാധ്യത ജീവിത പങ്കാളിയുമായി ഏതെങ്കിലും തരത്തിലുള്ള കലഹമോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. ഉദര സംബന്ധമായ എന്തെങ്കിലും അസുഖം, അതായത് വയറിന് എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടാകാം. വയറിൻ്റെ അസ്വസ്ഥതയെ നിസ്സാരമായി തള്ളരുത്. വയറ്റിൽ ഏറ്റവും കൂടുതൽ ഇന്നർ അവയവങ്ങൾ വരുന്ന ഒരു ഭാഗമാണ് ലിവർ, വൃക്ക, പാൻക്രിയാസ്, ചെറുകുടൽ, വൻകുടൽ, പ്ലീഹ, അങ്ങനെ തുടങ്ങി റെക്റ്റം ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ വയറിൻ്റെ വിവിധ ഭാഗങ്ങളായി ക്രമീകരിക്കപ്പെടുന്നുണ്ട്. ഈ സ്ഥലങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ കുഴപ്പമോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 16, 17 സായാഹ്നം വരെ, ശേഷം 20, 21, 22 ദിവസങ്ങൾ ഗുണകരമാണ്. സഹോദരന്മാർക്ക് അപകട സാധ്യതകൾ കാണുന്നുണ്ട്, അത് പ്രത്യേകമായി ശ്രദ്ധിക്കുക. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ 2ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും ഈ ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങൾക്ക് ശേഷം വരുന്ന ദിവസങ്ങൾ വളരെ ഗുണകരമാണ്. പ്രത്യേകിച്ചും 3ഓളം ദിവസങ്ങൾ താരതമ്യേന ഗുണകരമാണ്. വിഷമഘട്ടങ്ങളെ തരണം ചെയ്തുകൊണ്ട് മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ചില മുഹൂർത്തങ്ങളെ ഇവർക്ക് നേരിടേണ്ടി വരുന്നതുകൊണ്ട് വിഷമങ്ങൾ പലതും ഇവർക്ക് മാറിപ്പോകുന്നതായി അനുഭവപ്പെടാം. സാമ്പത്തികമായി ലാഭമുണ്ടാകാം. പുതിയ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ചില മുന്നേറ്റങ്ങൾ ഉണ്ടാകാം. ഏറ്റവും ഗുണകരമായി വരുന്നത് ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ കാര്യത്തിൽ ഇവർക്ക് ഉണ്ടായിരുന്ന ആശങ്കകൾക്ക് അറുതി വരികയോ അല്ലെങ്കിൽ അതിനൊരു ദിശാമാറ്റം ഉണ്ടാവുകയോ ചെയ്യുന്നതായി കാണാം. ഏതായാലും അത് മനസ്സിന് ദോഷം സംഭവിപ്പിക്കുന്ന ഒന്നല്ല എന്ന് കൃത്യമായി നമുക്ക് കരുതാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് കുറച്ച് ചിലവ് ഇവർക്ക് ഈ ആഴ്ചയും തുടക്ക ദിവസങ്ങളിൽ കാണുന്നുണ്ട്. എന്നാൽ ശേഷമുള്ള ദിവസങ്ങളിൽ ചിലവായതിൻ്റെ എത്രയോ ഇരട്ടി കിട്ടത്തക്കവണ്ണമുള്ള ചില പുതിയ സംരംഭങ്ങളോ അല്ലെങ്കിൽ പുതിയ മുന്നേറ്റങ്ങളോ സാമ്പത്തികമായ തലങ്ങളിൽ ഇവർക്കുണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവരും തൊട്ടടുത്ത അയൽക്കാരുമായി ബന്ധപ്പെട്ടൊക്കെ ഇവർക്ക് വളരെ ഗുണകരമായ ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതുപോലെ ചില ചെറിയ യാത്രകൾ നടത്തുന്നതായി കാണുന്നു, അതിന് ഗുണം കിട്ടുന്നതായും കാണുന്നുണ്ട്. ബന്ധപ്പെട്ടവരുടെ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ ഇവരുടെ തന്നെ സഹോദര സ്ഥാനത്തുള്ളവരുടെയോ ആരോഗ്യ സംരക്ഷണത്തിൽ ഇവർക്ക് സംതൃപ്തി ലഭിക്കുന്ന ചില മറുപടികൾ ആരോഗ്യ വിദഗ്ധരിൽ നിന്നോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട വ്യക്തികളിൽ നിന്നോ കേൾക്കാനിടയാകുന്നു. അതുകൊണ്ട് പൊതുവെ ഗുണകരമാണ്. വിദേശത്തു നിന്ന് ധനസഹായം വരാനുള്ള സാധ്യതയും കാണുന്നു. അതുപോലെ തന്നെ മനസ്സിനെ ആശങ്കപ്പെടുത്തിയിരുന്ന പല കാര്യങ്ങളിൽ നിന്നും ഇവർക്ക് മുക്തി നേടാൻ സാധിക്കുന്നതായിട്ട് കാണുന്നു. ഒരുപക്ഷെ
മനസ്സിനെ സങ്കടപ്പെടുത്തിയിരുന്ന കാര്യങ്ങൾ ആ സങ്കടാവസ്ഥകളിൽ നിന്ന് മാറുന്നതാവാം ഒരു കാരണം. അതല്ലെങ്കിൽ സങ്കടാവസ്ഥകൾക്ക് ഒരു പുതിയ മാറ്റം കിട്ടത്തക്കവണ്ണം അപാരമായ ഈശ്വരാധീനം ഇവരിലേക്ക് വരുന്നതുമാവാം. ഏതായാലും ഭാഗ്യം ഇവരെ കടാക്ഷിക്കുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. കർമ്മരംഗത്ത് സജീവമായ മാറ്റം, പോസിറ്റീവായ മാറ്റം ഇവർക്കുണ്ടാകുന്നതായും കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിൽ ഇവർക്ക് രോഗാതുരമായ അവസ്ഥകൾ താരതമ്യേന കുറവാണ്. മനസ്സിൻ്റെ അവസ്ഥകൾ കൊണ്ട് പലതും ഇവർക്ക് വലിയ ഈ ലെൻസിഫൈ ചെയ്യും, ഭൂതക്കണ്ണാടിയിലൂടെ നോക്കുന്നത് പോലെ എന്തിനേയും ഇരട്ടിപ്പിക്കും. 5ാം ഭാവത്തിൽ പാപഗ്രഹം നിന്നാൽ ആശങ്കകൾ മനസ്സിനെ വല്ലാതെ ഭയത്തിലാഴ്ത്തും. നിസാരമെന്ന് തോന്നുന്ന പലതും, ഇല്ല എന്ന് തോന്നുന്ന പലതും ഉണ്ട് എന്ന് തോന്നിപ്പിക്കുകയും നിസാരമെന്ന് തോന്നുന്നതിനെ വലുതാക്കി കൂടുതൽ ഭയപ്പെടുത്തുകയും ചെയ്യുന്ന ഒരവസ്ഥ 5ൽ പ്രത്യേകിച്ചും രാഹു നിന്നാൽ വരാം. അതുകൊണ്ട് ശ്രദ്ധിക്കണം. കാര്യങ്ങൾ ഭഗവാന് സമർപ്പിക്കുക, മുന്നോട്ട് പോവുക, എല്ലാം അവിടെ നോക്കിക്കൊള്ളും എന്നൊരു ചിന്തയോടുകൂടി പോവുക. അപ്പോൾ ഒന്നും നിങ്ങളെ അലട്ടില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ പ്രധാന ദിവസങ്ങൾ 17 സായാഹ്ന ശേഷം 18, 19 ആണ്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളവും ഇപ്പോൾ ഈശ്വരാധീനത്തിൻ്റെ ഒരു അനുഗ്രഹം കാണുന്നുണ്ട്. അതുപോലെ തന്നെ കാര്യങ്ങൾ വളരെ ഊർജ്ജസ്വലതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു മാനസികവും ശാരീരികവുമായ ശക്തി ഇവരിലേക്ക് ഇപ്പോൾ പകർന്നേകുന്നുണ്ട്. അത് ഈശ്വരാധീനം കൊണ്ട് സംഭവിക്കുന്നതാണ്. അപാരമായ ഈശ്വരാധീനം ഇപ്പോൾ ഇവരിലുണ്ട്. കൃത്യമായി ബൃഹസ്പതിയുടെ, മഹാവിഷ്ണുവിൻ്റെ ദൃഷ്ടി ഇവരുടെ മേൽ പതിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചൊവ്വ ബലത്തോടുകൂടി ജന്മസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് എല്ലാ കാര്യങ്ങളിലും ചുറുചുറുക്കും, പണം നേടുന്ന കാര്യങ്ങളിലൊക്കെ തന്നെയും ഏറ്റവും നീതിപൂർവമായി അത് നേടാനുള്ള ഒരു മനസ്സുണ്ടാവുകയും ഒക്കെ ചെയ്യും. അതോടൊപ്പം തന്നെ ചൊവ്വയ്ക്ക് ബലം കൂടി നിൽക്കുന്നത് കൊണ്ടും ചൊവ്വയും സൂര്യനും ബുധനും പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ടും ത്വക്ക് സംബന്ധമായോ ഹൃദയം, കണ്ണ്, ഞരമ്പുകൾ ഈ ഭാഗങ്ങളുമായോ ബന്ധപ്പെട്ട് എന്തെങ്കിലും അനാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വാഹനം വളരെ സൂക്ഷിച്ചോടിക്കണം. ചൊവ്വ ജന്മലഗ്നത്തിലേക്കൊക്കെ വരുമ്പോഴും ചൊവ്വയ്ക്ക് ബലം കൂടുമ്പോഴും ആളുകളുടെ ആസക്തിയും സ്പീഡും വർദ്ധിക്കും, വേഗത വർദ്ധിക്കും. എല്ലാ കാര്യങ്ങളും വളരെ മിടുക്കോടുകൂടി പെട്ടെന്ന് ചെയ്തു തീർക്കാനുള്ളൊരു ആവേശം ഉള്ളതുകൊണ്ട്, വൈകാരിക തള്ളിച്ച ഉള്ളതുകൊണ്ട് അല്പം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ശാരീരികമായോ അല്ലെങ്കിൽ മാനസികമായോ തന്നെ ചില പ്രശ്നങ്ങളിലേക്കൊക്കെ ചെന്ന് ചാടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ വ്യാഴദൃഷ്ടിയിൽ നിൽക്കുന്നതുകൊണ്ടും വ്യാഴം 9ൽ ബലത്തോടെ നിൽക്കുന്നതുകൊണ്ടും ഈശ്വരാധീനം ഇവരെ അനുഗ്രഹിക്കുന്നതായിട്ട് കാണാം. വിദേശവുമായി ബന്ധപ്പെട്ട ജോലിയിലോ അല്ലെങ്കിൽ പഠനത്തിലോ ഒക്കെ ഉയർച്ച കാണുന്നുണ്ട്. സാമ്പത്തിക നേട്ടം കാണുന്നുണ്ട്. പുതിയ വാഹനമോ വീടോ വസ്തുക്കളോ വാങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും വളരെ അനുഗ്രഹപൂർവമായ ചില തീരുമാനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ സംബന്ധങ്ങൾ ഞാൻ പറഞ്ഞു. ഭാരമുള്ള വസ്തുക്കൾ, മൂർച്ചയുള്ള വസ്തുക്കൾ, വാഹനത്തിൽ അമിത വേഗതയിൽ വാഹനം ഓടിക്കുക, തീ, ഇലക്ട്രിസിറ്റി ഇതുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 16, 17 സായാഹ്നം വരെ, ശേഷം 20, 21, 22 ദിവസങ്ങൾ ഗുണകരമാണ്. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും ശ്രദ്ധയുടെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇവർക്ക് വരുമാന സംബന്ധമായ കാര്യങ്ങളിൽ അങ്ങേയറ്റത്തെ ശ്രദ്ധയും താല്പര്യവും ഇപ്പോഴുണ്ടാവും. വീടുമായി ബന്ധപ്പെട്ടോ വസ്തു പുരയിടവുമായി ബന്ധപ്പെട്ടോ ഒക്കെ ഇവർക്കിപ്പോൾ ധനം വരാം. അല്ലെങ്കിൽ ആ ധനം ഉപയോഗിച്ച് വീടോ പുരയിടമോ വാങ്ങാൻ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നാട്ടിൽ പുഴയുടെ തീരത്തോ ജലസാമീപ്യമുള്ള സ്ഥലത്തോ ഒക്കെ ഇവർക്കിപ്പോൾ വീട് വയ്ക്കാൻ സാധിക്കുമെന്ന് കാണുന്നു. പിന്നെ ഏറ്റവും വേണ്ടപ്പെട്ട ചില സംഭവങ്ങൾ, ചില പരീക്ഷണങ്ങൾ, അതുപോലെ തന്നെ നേട്ടങ്ങൾ, അതിനുവേണ്ടി ഇവർ മനസ്സർപ്പിച്ച് ജോലി ചെയ്യുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള ചില റിസൾട്ട് അതിനെ തേടി വരും എന്നുള്ള കാര്യവും കാണുന്നു. അതുപോലെ തന്നെ പിതാവിന് അത്ര ശാരീരികമായി നല്ലതല്ല. പ്രത്യേകിച്ചും തല, അതുപോലെ തന്നെ BP സംബന്ധമായി ഹൃദയം, കണ്ണ്, ഞരമ്പുകൾ ഈ ഏരിയയും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം, ഈ ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അപ്രതീക്ഷിതമായിട്ടായിരിക്കും ഇവർക്ക് ഇപ്പോൾ ഈശ്വരനിൽ നിന്ന് സഹായമുണ്ടാവുക. അടുത്ത കാലങ്ങളിൽ അത് വീണ്ടും തിരിച്ചു വരും, വർദ്ധിക്കുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പോൾ ഇടറുന്ന ഒരവസ്ഥയോടെയാണ് മനസ്സ് നിൽക്കുന്നതെങ്കിലും ദേവീ കടാക്ഷം കൊണ്ട് ഇവർക്ക് സർവ്വകാര്യങ്ങളും നേടാൻ സാധിക്കും.
വിമർശിച്ചിരുന്ന വ്യക്തികൾക്ക് അവരുടെ വായടയ്ക്കുന്ന പാകത്തിൽ ഇവർക്ക് നല്ല ഒരു റിസൾട്ട് അവരുടെ മുമ്പിൽ കാഴ്ചവെക്കാൻ സാധിക്കും. ഔദ്യോഗിക രംഗത്തും സാമ്പത്തിക നേട്ടം, സ്വന്തം കർമ്മ പ്രവർത്തനങ്ങളിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ കാര്യത്തിലും ഇവർക്ക് മനസ്സന്തോഷം ഉണ്ടാകുന്നൊരവസ്ഥ കാണുന്നുണ്ട്. പ്രവർത്തനങ്ങളിൽ കുറച്ചുകൂടി ഉല്ലാസവും ജീവിത സുഖവും വരുന്നതായി കാണുന്നു. അതുപോലെ തന്നെ മാതാവിന് ശാരീരികമായ അത്ര നല്ലതല്ല. വാഹനം ഓടിക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കണം. വാഹനം, താമസിക്കുന്ന വീട്, ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോഴെങ്കിലും മനസ്സിന് ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ സാധ്യമാകൽ. എന്നാൽ വീട്ടിലെ ജ്യേഷ്ഠ സഹോദര സ്ഥാനത്തുള്ളവർക്കോ അതല്ലെങ്കിൽ കാരണവ സ്ഥാനത്തുള്ളവർക്കോ ശാരീരികമായ ചില അവശതകൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 16, 17, 18, 19 ദിവസങ്ങൾ ഗുണകരമാണ്. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമാണ് ഇപ്പോഴത്തെ അവസ്ഥ. പെട്ടെന്നായിരിക്കും ഇവരുടെ വിദേശ സംബന്ധമായ ജോലിയുടെ കാര്യത്തിനോ അല്ലെങ്കിൽ പഠനത്തിൻ്റെ കാര്യത്തിനോ അതല്ലെങ്കിൽ അവിടെ ഇപ്പോൾ താമസവുമായി ബന്ധപ്പെട്ട് വിഷമങ്ങൾ അനുഭവിക്കുന്നവർക്ക്, ജോലി സംബന്ധമായ കാര്യങ്ങളിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിനൊക്കെ ഒരു അറുതി ഉണ്ടാകുന്നതായി കാണുന്നു. എന്നാൽ എപ്പോഴും ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കയും അതുകൊണ്ട് തന്നെ നാക്കിൽ നിന്ന് പിഴയുണ്ടാകാനുമുള്ള സാധ്യത കാണുന്നുണ്ട്. അത് പലപ്പോഴും ഇവരുടെ കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാകുന്നതായി കാണുന്നു. എന്നാൽ ഈശ്വരാധീനം വൻതോതിൽ ഇവരുടെ മേൽ ചൊരിയുന്നത് കൊണ്ട് ഇവർക്ക് എല്ലാ കാര്യങ്ങളെയും, എല്ലാ ദുഷ്ടതകളെയും, എല്ലാ കഷ്ടതകളെയും അതിജീവിക്കാൻ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രവർത്തനങ്ങളിൽ നല്ല വിജയമുണ്ടാകുന്നു. പ്രത്യേകിച്ചും ആഴ്ചയുടെ ആദ്യ 2 ദിവസങ്ങൾക്ക് ശേഷം സാമ്പത്തിക നേട്ടമാണ് ഏറ്റവും പ്രധാനം. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ ഇവർക്ക് നല്ല രീതിയിൽ പണം കയ്യിലെത്തുമെന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ ലോട്ടറി അടിക്കാനുള്ള ഭാഗ്യവും കാണുന്നു. എന്നാൽ പണത്തിന് അതേപടി തന്നെ ചിലവുണ്ടാകുന്നതായും, ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾക്കോ ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾക്കോ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യത്തിലോ അല്ലെങ്കിൽ വീട് നിർമ്മിക്കുന്ന കാര്യത്തിലോ പണം ഇവർക്ക് ഒഴുക്കേണ്ടി വരുന്നതായും കാണുന്നു. കിട്ടുന്ന പണം ചിലവായി പോകുന്നു എന്നതേ ഉള്ളൂ, അല്ലാതെ കടം വാങ്ങിച്ച് അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല എന്തായാലും ഈ ആഴ്ച ഇവരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് പൊതുവേ ഇവർക്ക് മനസ്സിന് സന്തോഷം നൽകുന്നൊരവസ്ഥ തന്നെ കാണുന്നുണ്ട്. കൃത്യമായി കലയുമായി ബന്ധമുള്ളവരോ കച്ചവടവുമായി ബന്ധമുള്ളവരോ അല്ലെങ്കിൽ ജോലിയിൽ തന്നെ പ്രവർത്തിക്കുന്നവരോ ഒക്കെ തന്നെ അവരുടെ കർമ്മരംഗത്ത് ഏറ്റവും നന്നായി ശോഭിക്കാൻ സാധിക്കുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ ഈശ്വരാനുഗ്രഹം നല്ല രീതിയിലുണ്ട്. കണ്ണ്, ഹൃദയം, ഞരമ്പുകൾ ഈ ഭാഗം ശ്രദ്ധിക്കണം. അതുപോലെ പിതാവിനും രക്ഷാകർതൃ സ്ഥാനത്തുള്ളവർക്കുമൊക്കെ ശാരീരിക അവശതയ്ക്ക് സാധ്യതയുണ്ട്. വാഹനം വളരെ സൂക്ഷിച്ചോടിക്കണമെന്നും കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 17, 18, 19, 20, 17 സായാഹ്ന ശേഷം 18, 19, 20, 21, 22 നല്ല ദിവസങ്ങളാണ്. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ പകുതി, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. ഇവരെ സംബന്ധിച്ചിടത്തോളവും ഇപ്പോൾ ഭാഗ്യസ്ഥാനത്ത് ബലവാനായിട്ട് ശുക്രൻ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ദേവീ കടാക്ഷം ഉണ്ടെന്ന് തന്നെ ചിന്തിക്കണം. മഹാലക്ഷ്മിയുടെ അനുഗ്രഹമുള്ളതിനാൽ ഇവർക്ക് തൊടുന്ന കാര്യങ്ങൾ വിജയത്തിലാവുകയും വിജയത്തിലെത്തിക്കാൻ സാധിക്കുകയും അതുപോലെ തന്നെ പണം അതിൽ നിന്ന് കിട്ടുകയും ചെയ്യുന്നതായി കാണുന്നു. ഈശ്വരാനുഗ്രഹം ഏറ്റവും പ്രധാനമായി ഉള്ളതുകൊണ്ടും കലയുടെയും അതുപോലെ തന്നെ സമ്പത്തിൻ്റെയും ശക്തിയുടെയും പ്രതീകമായ മൂകാംബികാ ദേവിയുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ടും ഇവർക്ക് ഇവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് സാമ്പത്തിക നേട്ടം, ചെയ്യുന്ന കാര്യങ്ങളിൽ ഭാഗ്യത്തിൻ്റെ അനുഗ്രഹം ഇതെല്ലാം ഉണ്ടാകുന്നതായി കാണുന്നു. വിദേശവുമായി ബന്ധപ്പെട്ട യാത്രയ്ക്കോ വിദേശത്ത് സ്ഥിര താമസത്തിനോ വിദേശത്ത് വീട് വാങ്ങാനോ ഒക്കെ ഇവർക്ക് സാധിക്കും. പഠന സംബന്ധമായ കാര്യങ്ങൾക്കും വിദേശയാത്ര ഇപ്പോൾ ഇവർക്ക് അല്ലെങ്കിൽ വിദേശവാസം ഇപ്പോൾ ഇവർക്ക് വളരെ അനുഗ്രഹീതമാണ്. അതുപോലെ തന്നെ സ്ത്രീകളാൽ കുംഭക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർക്കും അതുപോലെ തന്നെ കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങളിൽ സ്ത്രീകളാണ് ജനിച്ചിട്ടുള്ളതെങ്കിൽ അവർക്ക് പുരുഷന്മാരാലും ഈ ആഴ്ചയിൽ നല്ല സഹായം കാണുന്നു. പ്രധാനമായും സാമ്പത്തിക സഹായമാണ്. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള ജോലി സംബന്ധമായ കാര്യങ്ങളിലോ കുടുംബത്തിൽ എന്തെങ്കിലും സഹകരണങ്ങളുടെ കാര്യത്തിലോ ഒക്കെ ഇവരുടെ ഒരു പ്രസൻസ് ഉണ്ടാകുമെന്ന് കാണുന്നു. ഏറ്റവും പ്രധാനം ഇവരെ സംബന്ധിച്ചിടത്തോളം ജീവിത പങ്കാളിയുടെ കാര്യത്തിൽ ഒരല്പം പ്രശ്നമാണ്. അവർക്ക് വേറൊന്നുമല്ല പിണങ്ങി മാറലോ മറ്റേതെങ്കിലും വിധത്തിലുള്ള കലഹമോ അല്ല, മറിച്ച് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇവരെ അലട്ടാനുള്ള സാധ്യതയുണ്ട്. അത് സ്ത്രീ പുരുഷ ഭേദമന്യേ ജീവിത പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കാണുന്നു. ഈ കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കും ഹിഡനായിട്ടുള്ള ചില രോഗാണു ബാധയുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഫംഗൽ ഇൻഫെക്ഷനോ ബാക്ടീരിയൽ ഇൻഫെക്ഷനോ അതുമല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷനോ ഒക്കെ ആകാനുള്ള സാധ്യത കാണുന്നു. അസുഖങ്ങൾ പെട്ടെന്ന് കാണുന്നില്ല, പിന്നീടായിരിക്കാം അത് വെളിപ്പെടുന്നത്. അതുകൊണ്ട് ചെറിയ പനി,
നിസാരമെന്ന് തോന്നുന്ന ചില അസ്വസ്ഥതകൾ ഇതൊന്നും തന്നെ ഒഴിവാക്കരുത്, അതൊക്കെ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകമായി പറയുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 20, 21, 22 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളവും ഭാഗ്യം അനുഗ്രഹീതമായി നിൽക്കുകയാണ്. പ്രത്യേകിച്ചും ഇവരുടെ തന്നെ മനസ്സിൻ്റെ ശുദ്ധിയുടെ കാര്യത്തിലും പ്രവർത്തനങ്ങളിൽ ഇവർ കാണിക്കുന്ന കാര്യക്ഷമതയുടെയും നീതിപൂർവകമായ ഇവരുടെ പ്രവർത്തനങ്ങളുടെയും ഫലം ഇവർക്ക് നല്ല രീതിയിൽ പണം ഇവരിലേക്ക് എത്തിച്ചേരാനും മനസ്സിന് സമാധാനം നൽകുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോകാനും സാധിക്കുന്നു. അതുപോലെ തന്നെ സന്താനങ്ങളെ ചൊല്ലി അഭിമാനിക്കാൻ വകയുണ്ടാകുന്നു ഇവർക്ക്. ഏറ്റവും നന്നായി ഇവരുടെ ബുദ്ധി ഉണർന്ന് പ്രവർത്തിക്കുന്നതിനാൽ ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലം ചെയ്തിരുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്ത് എപ്പോഴെങ്കിലും ചെയ്തിരുന്ന അബദ്ധത്തിൻ്റെയോ അധർമ്മത്തിൻ്റെയോ പാതകളെ ഇവർക്ക് തിരുത്താൻ സാധിക്കുന്നതായിട്ട് കാണുന്നു. അതുമായി ബന്ധപ്പെട്ട് അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞ പക്ഷം ഈശ്വരനോട് ക്ഷമാപണം നടത്താനും പ്രാർത്ഥിക്കാനും ആർക്കാണോ ഇവരാൽ ദോഷമുണ്ടായത് അല്ലെങ്കിൽ ഇവരുടെ തന്നെ ഭൂതകാലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പിശക് പറ്റിയത് തിരുത്താൻ ഉള്ള ഒരു അവസ്ഥയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഈ ഒരു അവസരത്തിൽ ഇവർക്ക് വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. ഉദര സംബന്ധമായ രോഗമുണ്ടാകാം, പ്രത്യേകിച്ച് നേരത്തെ ഉണ്ടായിരുന്നവർക്ക് ഇപ്പോൾ വർദ്ധിക്കാം, അതല്ലെങ്കിൽ ഇപ്പോൾ പുതുതായി ഉണ്ടാകുന്നവർ അത് ശ്രദ്ധിക്കണമെന്ന് പറയുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായ ധനസഹായം, വീട് വയ്ക്കാൻ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുന്നവർ അപ്രതീക്ഷിതമായ ധനസഹായം ഇവരിലേക്ക് വരാൻ സാധിക്കുമെന്ന് കാണുന്നു. ഒരുപക്ഷെ വായ്പ അനുവദിച്ച് കിട്ടുന്നതാവാം, അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഇവരെ സഹായിക്കുന്നതായിട്ടും കാണുന്നു. അതുപോലെ മുടങ്ങിക്കിടന്നിരുന്ന ചില പ്രവർത്തനങ്ങൾ ചിലപ്പോൾ അത് ഇവരുടെ പ്രത്യേകമായ ചില കപ്പാസിറ്റികളുടെയോ ചില ടെക്നിക് കഴിവുകളുടെയോ അല്ലെങ്കിൽ കലാപരമായ കഴിവുകളുടെയോ അല്ലെങ്കിൽ സ്വന്തം ഏതെങ്കിലും സിദ്ധിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങി വച്ചിരുന്ന ചില പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടായിരുന്നത് മാറിക്കിട്ടുന്നതായി കാണുന്നുണ്ട്. അതും അപ്രതീക്ഷിതമായ ചില സഹായത്താലാണ് സാധിക്കുന്നത് എന്ന് കാണുന്നു. പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റത്തെ മികവ് പുലർത്താൻ സാധിക്കുന്നു. പിതാവിന് ആരോഗ്യാവസ്ഥ തരണം ചെയ്യുന്ന കാര്യത്തിൽ അല്പം ശ്രദ്ധ വേണം. പ്രത്യേകിച്ചും ഞരമ്പ് സംബന്ധമായോ അതല്ലെങ്കിൽ അസ്ഥി സംബന്ധമായോ പേശി സംബന്ധമായോ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മീനക്കൂറിൽപ്പെട്ടവരുടെ പിതാക്കൾക്കോ അല്ലെങ്കിൽ മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കോ തന്നെ ചിലപ്പോൾ ശസ്ത്രക്രിയയ്ക്ക് വിധേയയാകേണ്ടി വരുന്നൊരവസ്ഥയും ഈ ആഴ്ചയിൽ കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 16, 17 സായാഹ്നം വരെ താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളായിട്ട് കാണുന്നു. ശനി ദശ മോശമായി നിൽക്കുന്നവർക്കും ശനിദശയിലെ മോശം അപഹാരങ്ങൾ, ദോഷഗ്രഹങ്ങളുടെ അപഹാരമുള്ളവർക്കും കണ്ടകശനി, അഷ്ടമശനി, ജന്മശനി എന്നീ പ്രശ്നങ്ങളുള്ളവർക്കും ഏഴരശനിയൊക്കെ ഉള്ളവർക്കും ശനീശ്വരനെ പ്രീതിപ്പെടുത്തണം. ശനീശ്വരനെയോ ധർമ്മശാസ്താവിനെയോ അയ്യപ്പസ്വാമിയുടെയോ ക്ഷേത്രത്തിൽ ശനിയാഴ്ച ദർശനം നടത്തുന്നതും വ്രതശുദ്ധിയോടുകൂടി ദർശനം നടത്തുന്നതും കറുത്ത വസ്ത്രം ധരിക്കുന്നതും കറുത്ത പട്ടുവസ്ത്രം ഇവിടെ അമ്പലത്തിൽ സമർപ്പിക്കുന്നതും വളരെ നല്ലതാണ്. നീരാഞ്ജനം കൊളുത്താം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒന്നാണ് എള്ള് പൂജ നടത്തുക, എള്ള് തുലാഭാരം നടത്തുക. അതുപോലെ മറ്റൊരു വിശേഷപ്പെട്ട ഒന്നാണ് കാക്കയ്ക്ക് ഇടത്തെ കൈ കൊണ്ട് എച്ചിൽ കൊടുക്കുക, തെരുവ് നായ്ക്കൾക്ക് ആഹാരം കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ. ഏറ്റവും താഴേക്കിടയിൽ നിൽക്കുന്നവനെയും വിഷമിക്കുന്നവനെയും സഹായിക്കുക എന്നതും അവരോടൊക്കെ അഹങ്കാരത്തോടെ പെരുമാറാതെ ഇരിക്കുക എന്നതുമാണ് ശനീശ്വരന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ. അതൊക്കെയും ചെയ്യുക, അഹങ്കാരമില്ലാതെ നൽകുക. ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുക. വ്യാഴദോഷ പരിഹാരത്തിനായി മഹാവിഷ്ണു സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. വ്യാഴാഴ്ച ദിവസം വ്രതശുദ്ധിയോടുകൂടി ഓം നമോ നാരായണായ എന്ന് ജപിക്കുക. പാൽപ്പായസ നൈവേദ്യം, നെയ്വിളക്ക് കത്തിക്കൽ ഇതൊക്കെ വളരെ ഗുണകരമാണ്. മഞ്ഞപ്പട്ട് സമർപ്പിക്കുക. ഓം നാഗായ നമ എന്ന് ജപിക്കാം. നാഗദോഷത്തിന് നാഗദൈവങ്ങൾക്ക് 100 പാലും കൊടുക്കാം. അല്ലെങ്കിൽ നാഗബലി അല്ലെങ്കിൽ നാഗ ആരാധനയൊക്കെ പല വിധത്തിലുണ്ട്. അത് ഓരോരോ ആചാര്യന്മാരെ കണ്ട് അത്തരം ഉപദേശങ്ങൾ തേടുക. ഓം ഗം ഗണപതയെ നമ എന്നോ അല്ലെങ്കിൽ ഓം ശ്രീ മഹാഗണപതയെ നമ എന്നോ ഗണപതിയെ സ്തുതിക്കുക. കേതുദോഷ പരിഹാരത്തിന് കേതു എപ്പോഴും ഗണപതിക്ക് കറുകമാല വളരെ ഇഷ്ടമാണ്. നാളികേരം ഉടയ്ക്കലും ഏറ്റവും നല്ലതാണ് വിഘ്നങ്ങൾ ഒഴിവാക്കാൻ. അതുപോലെ ഉണ്ണിയപ്പ നിവേദ്യവും വളരെ ശ്രേഷ്ഠമായ ഒരു പാപപരിഹാര കർമ്മമാണ്. എല്ലാവർക്കും നല്ലൊരാഴ്ചയാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.